ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എന്നാണ്. ഇന്ന് രോഗികളായ അനേകർ നമ്മുടെ ഇടയിൽ ഇത് കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും പലവിധ രോഗങ്ങളാൽ ഒന്നൊഴിയാതെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സ് ആരോഗ്യപരമാണ് എങ്കിൽ, മനസ്സ് സന്തോഷമാണ് എങ്കിൽ, മനസ്സിൽ സമാധാനമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനും അത് പ്രതിഫലിക്കും. നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതായി മാറും. അതിനാൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ കർത്താവിന് സമർപ്പിക്കുക. കർത്താവെ, എൻ്റെ മനസ്സിൽ നിന്ന് ഭയവും നിരാശയും വേദനയും വിഷമങ്ങളും ആകുലതകളും ആകാംക്ഷയും അസൂയയും അഹങ്കാരവും എല്ലാം മാറ്റി എൻ്റെ ശരീരത്തിൽ അത് പ്രതിഫലിക്കുവാൻ തക്കവണ്ണം എൻ്റെ മനസ്സിനെ നീ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ശരീര അവയവങ്ങളിൽ നിന്ന്, കോശങ്ങളിൽ നിന്ന് കർത്താവെ, എല്ലാ രോഗങ്ങളും രോഗാണുക്കളും നീ എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞേക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുത സൗഖ്യം കർത്താവിൽ നിന്ന് വരുന്നു. അവിടുന്ന് എല്ലാ രോഗികളുടെ മേലും കരുണ കാണിക്കുന്ന ദൈവമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്ക് ഇന്ന് പലരും അടിമകളാണ്. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ, പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ, നടക്കാൻ പോലും പറ്റാതെ, ജോലി ചെയ്യാൻ സാധിക്കാത്ത, വേദനയിലും വിഷമങ്ങളിലും കഴിയുന്ന അനേകരെ ഇന്ന് കർത്താവ് തൊടുന്ന ദിവസമാണ്. നമ്മുടെ രോഗങ്ങൾ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുക. രോഗം ബാധിച്ച അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. എൻ്റെ കർത്താവെ, എന്നെ നീ തൊടണമേ, ഞാൻ സുഖപ്പെടും. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം ആ രോഗബാധിതമായ ശരീരഭാഗങ്ങളിൽ തൊട്ട് കർത്താവെ നീ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ ആരോഗ്യമില്ല എങ്കിൽ, രോഗാവസ്ഥയിൽ നാം ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിനാൽ തന്നെ നമുക്കൊരു ശൂന്യത മനോഭാവം ഉണ്ടാകുന്നു. അത് വീണ്ടും നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്നു. അതിനാൽ നമ്മുടെ മനസ്സ് സന്തോഷമുള്ളതാണെങ്കിൽ ശരീരവും സന്തോഷമുള്ളതാകും, ആരോഗ്യമുള്ളതാകും. അതിനാൽ ഇന്ന് നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കാനായി ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മുടെ മനസ്സിനെ, അന്തരാത്മാവിനെ, ഹൃദയത്തിനെ വിശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിന് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. അവയിൽ നിന്ന് കൃതജ്ഞതാ ഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവവും ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഞാൻ അവരെ മഹത്വമണിയിക്കും, അവർ നിസ്സാരരാവുകയില്ല. അവരുടെ മക്കൾ പൂർവ്വകാലത്തേതുപോലെയാകും. അവരുടെ സമൂഹം എൻ്റെ മുൻപിൽ സുസ്ഥാപിതമാകും. അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കും, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തും എന്ന
അങ്ങയുടെ ഈ വാഗ്ദാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ഈ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ സൗഖ്യം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുത്ത് തരണമേ. കർത്താവേ, ജോലി ചെയ്യാൻ സാധിക്കാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാതെ, ഞങ്ങളുടെ രോഗം കാരണം മനസ്സിന് ആഗ്രഹമുള്ളതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ, പരസഹായം കൂടാതെ, എങ്ങോട്ടും പോകാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, ജോലി ചെയ്യാൻ കഴിയാതെ വേദനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണയാകണമേ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം വേദനിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ അയച്ച് ഇപ്പോൾ തന്നെ അവർക്ക് ശക്തി പ്രദാനം ചെയ്ത് അവരുടെ രോഗഭാഗങ്ങളെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തമൊഴുക്കി ഇവരുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും നീ കഴുകി വിശുദ്ധീകരിച്ച് നിൻ്റെ ശക്തി അയച്ച് അവരെ സുഖപ്പെടുത്തണമേ. നിൻ്റെ സന്നിധിയിൽ വന്ന രോഗികൾ തിരികെ രോഗികളായി പോയിട്ടില്ല. അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ പോയി. അതിനാൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിൻ്റെ ഈ മക്കൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. എല്ലാ രോഗികളുടെ മേലും കരുണ കാണിക്കണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് കർത്താവേ, രോഗമില്ലാത്ത അവസ്ഥ നൽകി പൂർണ്ണാരോഗ്യത്തോടെ ജോലി ചെയ്യാനുള്ള കൃപ തരണമേ. ദൈവമേ, ഞങ്ങളോട് കനിവ് തോന്നണമേ. ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ, ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യാൻ ഞങ്ങളുടെ ശരീരത്തെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്നിലാണ് ഞങ്ങളുടെ സൗഖ്യം, നിന്നിലാണ് ഞങ്ങളുടെ രക്ഷ. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് നീ സൗഖ്യം നൽകി അവർ നിന്റെ സാക്ഷികളായി മാറാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ലോകമെമ്പാടും എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ നീ വസിച്ച് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. ഞങ്ങളുടെ അവകാശങ്ങളെ നേടിത്തരണമേ. ഇന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ദൈവിക അനുഗ്രഹങ്ങളെ ഒരു തടസ്സവും കൂടാതെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വൈവയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൂരയാത്ര പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും പരീക്ഷയുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. രോഗികളായ എല്ലാവരുടെ മേലും കരുണ തോന്നണമേ. നിൻ്റെ കാരുണ്യവും അനുഗ്രഹവും രക്ഷയും പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ലൊരു ദിവസമാക്കി മാറ്റണമേ. എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവെ നിന്നിൽ സമർപ്പിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും ഞങ്ങൾ സംരക്ഷിതരാകാനും ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു, അതിന് നീ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, പൂർണ്ണ ആരോഗ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ വീണ്ടെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫലദായകമായ ഒരു ജീവിതം ഇന്ന് ചെയ്യാൻ, ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കാര്യത്തിലും നിനക്ക് നന്ദി അർപ്പിച്ച് അസാധ്യങ്ങളെ എൻ്റെ കർത്താവിനോട് കൂടെ നിന്ന് അവിടുന്ന് സാധ്യമാക്കി തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും സൗഖ്യം നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ജോലി ചെയ്യുവാൻ, അധ്വാനിക്കാൻ, കുടുംബം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാതാവേ, ഞങ്ങളുടെ മേൽ ദൈവ കാരുണ്യം ധാരാളമായി വരാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ രോഗികളാക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി, മനസ്സിന് പൂർണ്ണ സൗഖ്യവും സന്തോഷവും നൽകി ഞങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാൻ മാതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യം നൽകി നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളിലും കർത്താവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ, വിജയവും മഹത്വവും ഉണ്ടാകട്ടെ, സംരക്ഷണം നൽകട്ടെ. വിദേശത്തായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി 7 മണിക്കുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ആ പ്രാർത്ഥന കേൾക്കുക. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ മുടങ്ങാതെ ഇത് കേൾക്കുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.